കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്ലൂട്ട് മേടിച്ചിരുന്നു കേട്ടോ. പുതിയൊരു ഫ്ലൂട്ട് മേടിച്ചു. ഇതിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു ഫ്ലൂട്ടാണ്. ഞാൻ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സാധനം മേടിച്ചു. കാരണം ഈ ഒരു ഫ്ലൂട്ട് നമ്മുടെ കയ്യിൽ ഇല്ല. കണ്ടല്ലോ, 150 രൂപയുടെ സാധനമാണ്. ഇത് തന്നെ 300-നും അതിൽ പുറത്തും ഒക്കെ ഉണ്ട്. 300-നും 500-നൊക്കെ ഉള്ള ഫ്ലൂട്ടുകളുണ്ട്. 150 രൂപ പോയെന്ന് പറഞ്ഞാൽ അതില്ല, ഒരു കാശിനും കൊള്ളത്തില്ല. ഇത് കാണാനൊക്കെ നല്ല രസമാണ്. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഊതി കഴിഞ്ഞപ്പം സൗണ്ട് നല്ലപോലെ കേൾക്കുന്നില്ല. അങ്ങനെ എന്തുവാന്ന് അറിയാനായിട്ട് ഞാൻ എൻ്റെ അടപ്പെല്ലാം ഊരിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലാണ്. ഇതിന് അകവശം ഇവർ ക്ലീൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് കിഴിച്ച് കഴിഞ്ഞാൽ അകത്തെന്തായാലും ഇരുമ്പിൻ്റെ തരികൾ റൗണ്ട് താഴോട്ടിരിക്കും. അത് ക്ലീൻ ചെയ്ത് കൊള്ളണം. അതൊന്നും ക്ലീൻ ചെയ്ത് വിട്ടിട്ടില്ല. അത് കണ്ട് ഈ കാണുന്ന പോലെ എൻ്റെ കൈ ഇരിക്കുന്ന ഈ പീസുകളിൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുക, നിരന്നിരിക്കുക. ഇതേപോലെ കുറേ എണ്ണം ഉണ്ട്. ഞാൻ വെളിയിൽ ഇരുന്ന് ഉരച്ചപ്പോൾ കുറച്ചങ്ങ് പോയി, 1-2 കിട്ടി. അപ്പോൾ ഇതേപോലെ നിരന്നിരിക്കുക. അതൊന്നും ക്ലീൻ ചെയ്യാതെ ഇവർ പാക്ക് ചെയ്ത് വിട്ടേക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ സാധാരണ ഒരു ഫ്ലൂട്ട് എന്ന് വെച്ചാൽ ഓടക്കുള്ളിൻ്റെ ഒരു ഫ്ലൂട്ട് മേടിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവർ ചുമ്മാ കുറേ ഹോൾ വിട്ട് അതിനകവശവും പേപ്പർ പിടിക്കാതെ ഈ വെക്കുന്ന കോർക്ക് പോലും കറക്റ്റ് അല്ലാതെ വിടുന്നത്. അതുകൊണ്ട് ഫ്ലൂട്ട് മേടിക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലായാലും നിങ്ങൾ നല്ലോണം മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോക്കാം. അത് ഉറപ്പാണ്. നമ്മളിപ്പോൾ 1-2-3 ഫ്ലൂട്ട് മേടിച്ചതിൽ നിന്നുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. ഒരിക്കലും പൈസ കുറവാണെന്ന് കരുതി ഫ്ലൂട്ട് മേടിക്കരുത്. എപ്പോൾ മേടിച്ചാലും നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലൂട്ട് നോക്കി തന്നെ മേടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒട്ടും പൈസ ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന PVC ഫ്ലൂട്ടാണ്. അത് പിന്നെ എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ കയറി കണ്ടു നോക്കിയാൽ മതി. ഞാൻ പാടുന്ന പാട്ടിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ PVC ആ ഒരു സൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഓടക്കുള്ളിൻ്റെ ആ ഒരു സൗണ്ട് കിട്ടത്തില്ല. അതിനകത്ത് പൈസ കുറവാണെങ്കിൽ ഒരു 400 രൂപയേ ഉള്ളൂ. 400 ഇല്ല, 300 സംതിങ് രൂപയേ ഉള്ളൂ. നമ്മൾ മേടിക്കുമ്പോൾ 400 രൂപയാവും. 188 രൂപയൊക്കെ ഉള്ളൂ എൻ്റെ വില. 1500-2000 രൂപ മുതലുള്ള റേഞ്ചിൽ നല്ല ഫ്ലൂട്ടുകളുണ്ട്. അതിൽ കൂടിയ വില 3000-ൻ്റെയൊക്കെ ഫ്ലൂട്ടുകളും ഉണ്ട്. ബേസ് ഫ്ലൂട്ട് ആകുമ്പോൾ അതിലും കൂടുതലാവുമായിരിക്കും. അപ്പോൾ അത് തന്നെ മേടിക്കുക. ഒരിക്കലും നിങ്ങൾ കുറഞ്ഞ ഫ്ലൂട്ട് മേടിക്കാതിരിക്കുക. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ഊതി കാണിച്ചു തരാം. എൻ്റെ സൗണ്ട് ഹൈ പിച്ച് കിട്ടുന്നേ ഇല്ല. ഹൈ പിച്ച് എങ്ങനെ ഊതിയിട്ടും ഇത് കിട്ടുന്നില്ല. ഇപ്പം ഈ ഒരു ഫ്ലൂട്ട് മേടിച്ചതിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഇതിലാണ്. കാരണം ചിലർ പറയുന്നുണ്ട് സാധാ ഫ്ലൂട്ട് ഊതിയിട്ട് സൗണ്ട് കേൾക്കുന്നില്ല എന്ന്. അത് പക്ഷേ പ്രാക്ടീസിൽ കൂടെ നിങ്ങൾക്ക് വരുത്താം. പിന്നെ നിങ്ങൾക്ക് ആദ്യം ഇത് പഠിക്കാനാണെങ്കിൽ ഇതേപോലത്തെ ഫ്ലൂട്ടുകൾ വേണം ഉപയോഗിക്കാം. മറ്റേ ഫ്ലൂട്ടിൽ സൗണ്ട് വരുന്നില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഊതി പഠിച്ചതിന് ശേഷം മറ്റേ ഫ്ലൂട്ടും മേടിച്ചതിന് ശേഷം അതും മേടിച്ചിട്ട് അതും ഊതി നോക്കുക, ഇതും പഠിച്ച് നോക്കുക. അപ്പം രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒരേ സമയത്ത്. ഇതും നല്ല ഫ്ലൂട്ട് തന്നെയാണ്. എല്ലാ പാട്ടുകളും പാടാനൊക്കെ പറ്റുന്ന ഫ്ലൂട്ട് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് പണ്ട് മുതലേ മേടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് പേരോ കാര്യങ്ങളോ ഇപ്പോഴും എനിക്കിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഫ്ലിപ്കാർട്ട് ഇതേപോലെ കണ്ട് അപ്പോൾ നോക്കിയപ്പോൾ 150 രൂപ ഉള്ളൂ. 150 രൂപ ആണെങ്കിൽ പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാൽ. അപ്പോൾ നിങ്ങളും ഇത് മനസ്സിലാക്കണം. 150 രൂപ സാധനം ഒരു കാശിനും കൊള്ളത്തില്ല. നിങ്ങൾ കുറഞ്ഞ ഫ്ലൂട്ട് മേടിക്കുകയോ ചെയ്ത് അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ഒന്ന് ഊതി കാണിച്ചു തരാം. ഇതിനകത്ത് ഊതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കത്തില്ല. ജസ്റ്റ് കാണിച്ചു തരാം. സാധാ നമ്മൾ പിടിക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സരിഗമയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ. ഈ കറക്റ്റായിട്ടല്ല കേൾക്കുന്നത്. ഹൈ പിച്ചിലോട്ട് പോകുമ്പോൾ ഈ സാധനം കട്ടാവുക. ഹൈ പിച്ചിലോട്ട് പോകുമ്പോൾ കട്ടാവാൻ പാടില്ല. ഇല്ല, നമ്മൾ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് അലറി വിളിക്കണം, എങ്കിലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഒച്ചത്തിൽ വിളിച്ചാൽ മാത്രമേ ഹൈ പിച്ച് കേൾക്കത്തുള്ളൂ. അങ്ങനല്ല പാട്ട് വേണ്ട. നമ്മൾ കുറച്ച് പ്രഷർ കൊടുക്കുമ്പോഴേക്ക് ഹൈ പിച്ച് കിട്ടണം. നമ്മൾ വിരൽ അടയ്ക്കുമ്പോഴത്തേക്ക് ഹൈ പിച്ച് ആവണം ആ സംഭവം. ഇപ്പം നമുക്കൊരു പാട്ട് വാങ്ങിച്ചു നോക്കാമല്ലോ. ഉണ്ടോ? അത്
മാഗരി എന്നുള്ള സൗണ്ടാണ്, പക്ഷെ അത് വായിക്കുമ്പോൾ കിട്ടുന്നില്ല. അവിടെ എത്തുമ്പോൾ കട്ടായിട്ടങ്ങ് പോവുക. മനസ്സിലായി? ആ ഭാഗം എത്തുമ്പോൾ കട്ടായിട്ടങ്ങ് പോവുക, അപ്പോൾ അങ്ങ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ കാശ് കൊടുത്ത് ഇങ്ങനത്തെ ഉള്ള പന്ന സാധനങ്ങളൊന്നും നിങ്ങൾ മേടിക്കരുത്. ഇപ്പോൾ 150 രൂപ പോയി. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇനി ഇത് കറക്റ്റ് ഇതിൻ്റെ ഹോളിൻ്റെ അളവ് നോക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലാതെ വേറൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ചോദിക്കുന്നത് വീഡിയോയുടെ ലിങ്ക് എവിടെയാണ് ചോദിക്കുന്നത്. ഡിസ്പ്ലേ തന്നെ ചിലപ്പം അത് കൊടുക്കുന്നുണ്ട്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് അവിടെ കാണിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ അറിയാമല്ലോ, വീഡിയോയുടെ താഴെ മോറെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരും, മോറെന്നുണ്ട്. പലർക്കും അത് അറിയത്തില്ല. ഞാൻ ഹെഡ്ലൈൻ എഴുതിയേക്കുന്നതിന് തൊട്ട് താഴെ തന്നെ മോറെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞെക്കുമ്പോൾ താഴോട്ട് ലിസ്റ്റ് വരും. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഈ പ്രോഡക്റ്റ് കാണും. ഞാൻ ഇതിൻ്റെ എന്തായാലും വെക്കത്തില്ല, കുറച്ച് ക്വാളിറ്റി ഉള്ളതിൻ്റെ വെക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കമ്പനിയുടെ PVCയുടെ ഫ്ലൂട്ടുണ്ട്. ഇതല്ല, PVCയുടെ ഫ്ലൂട്ടുണ്ട്. അവർ തന്നെ ഇതിൻ്റെ ഇരുമ്പിൻ്റെ ഉണ്ട്. അത് നല്ലതാണോ അല്ലയോ നമുക്ക് അറിയത്തിലാണോ, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം വെക്കാം. നിങ്ങളെ വാങ്ങിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലൈൻറ്റ് ഉള്ളതാണ് വരുന്നതെങ്കിൽ പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ സാധാരണ 400 രൂപയുടെ ഫ്രൂട്ട് അത് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഞാനത് കണ്ടിട്ടില്ല. അത് അത്യാവശ്യം കൊള്ളാവുന്ന ഫ്രൂട്ടാണ്. അതിൻ്റെ ഇതും കൂടെ കൊടുത്തേക്കാം. ലെഫ്റ്റ് ഹാൻഡറാണോ റൈറ്റ് ഹാൻഡറാണോ അത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. നിങ്ങൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ അത് തന്നെ മേടിക്കുക, ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ അത് മേടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. റൈറ്റ് ഹാൻഡർ തന്നെ മേടിക്കുക, ലെഫ്റ്റ് ഹാൻഡർ തന്നെ മേടിക്കുക. വ്യത്യാസമുണ്ട് അവരുണ്ടാക്കുന്നതിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം. ഓരോരുത്തർ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ പാട്ടുകളെല്ലാം പല രീതിയിൽ കിടക്കുക, ലിസ്റ്റ് ചെയ്ത് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ആക്കി ഇടണം, ഒറ്റ ഇതിലാക്കി ഇടാമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഞാൻ പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ ക്ലാസ് മുഴുവനും പ്ലേലിസ്റ്റിലാക്കി മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറുവാണെങ്കിൽ ഫ്ലൂട്ടിൻ്റെ മാത്രം ഒരു പ്ലേലിസ്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം തുടക്കം മുതൽ അവസാനം വരെ ഇട്ട വീഡിയോസ് നിരന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പിന്നെ വേറെ സെർച്ച് ചെയ്തൊന്നും പോകേണ്ട ആവശ്യമില്ല, അതിലോട്ട് കയറിയാൽ മതി. പ്ലേലിസ്റ്റിലോട്ട് കയറുക. അതും പലർക്കും എടുക്കാൻ അറിയുമെന്ന് അറിയത്തില്ല. ചിലപ്പം എൻ്റെ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും പ്ലേലിസ്റ്റായിട്ട് അടിയിലോട്ട് കാണിച്ചിരിക്കും, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ കാണണം. എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ ഒരു ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ ആ ഒരു A to Z ക്രാഫ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ചാനലിലോട്ട് പോകും. അപ്പോൾ ചാനലിൻ്റെ ആ സൈഡിലോട്ട് വരുമ്പോൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടോ. എൻ്റെ പ്രൊഫൈലിൻ്റെ ആ സൈഡിൽ തന്നെ പ്രൊഫൈൽ വരും വലിയ പടമായിട്ട്. അതിൻ്റെ താഴെ വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ അവിടെ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ സെർച്ച് ചെയ്ത് തപ്പി നോക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ കയറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വീഡിയോസും കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഇട്ടേക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇട്ടിരുന്നു. പയ്യൻ എന്തോ കാലും കൈയും ഒക്കെ കാല് വയ്യാത്തതെന്ന് തോന്നുന്നു, 2 കാലും വയ്യാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഫ്രൂട്ടൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. വാട്സപ്പിന് നമ്പർ കൊടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഓൾറെഡി ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്നും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്ന് മറിയുക. ഇതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ തന്നെ ശരിക്കും സമയം കണ്ടെത്തണം. അത്രയ്ക്കും മെസ്സേജ് വന്ന് മറിയുന്നുണ്ട്. നമ്മൾ വേറെ ആരെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല, നമ്മൾ തന്നെ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ കൊടുക്കാത്തത്. ഇൻസ്റ്റാഗ്രാം ഞാൻ ഇതിൻ്റെ താഴെ ഇൻസ്റ്റാഗ്രാം ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അല്ലാതെ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് മെസ്സേജ് അയക്കാം. മനസ്സിലായോ? ഇൻസ്റ്റാഗ്രാമിനെ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾ ഇത് നോക്കി തന്നെ മേടിക്കുക, നിങ്ങൾ മാറിപ്പോകരുത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഫ്ലൂട്ട് തന്നെ മേടിക്കുക. നിങ്ങൾ വെറുതെ പൈസ കളയരുത്. 150 രൂപയാണെന്ന് പറഞ്ഞിട്ട് കളയരുത്. അത് പോയി, 150 രൂപ പോക്കാണ്, നമ്മുടെ പോയി. ഇനി ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ രീതിയിൽ വായിക്കാൻ പറ്റും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പിടിക്കുമ്പോൾ അത് പോകുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.